എല്ലാവർക്കും വീണ്ടും ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിങ്ങനെ ഓരോ ഭാവത്തിൽ അല്ലെങ്കിൽ ഓരോ രാശിയിൽ മറ്റ് ഗ്രഹങ്ങളുമായിട്ട് പാവഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളുമായിട്ടും ഒക്കെ നിന്നാൽ ഭാവങ്ങളിൽ പല വ്യത്യാസമാണ്, പല ഫലങ്ങളാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ലഗ്നത്തിന് പാപമധ്യ സ്ഥിതി വരികയും ചന്ദ്രൻ പാപദൃഷ്ടി യോഗങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്താൽ 7 ദിവസത്തിനകം മാതാവിന് ദുരിതം വരുമെന്നാണ് പ്രമാണം പറയുന്നത്. പാപഗ്രഹങ്ങൾ 4-ൽ നിന്നാൽ മാതാവിന് ദുരിതമാണ് പറയുക. 10-ൽ നിന്നാൽ പിതാവിന് ദുരിതം പറയുന്നുണ്ട്. 7-ൽ നിന്നാൽ കളത്രഭാവത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് ദുരിതം പറയുന്നു. അതുപോലെ തന്നെ ജാതകത്തിൽ സൂര്യൻ ശനിയുടെയും ചൊവ്വയുടെയും മധ്യത്തിൽ നിന്നാൽ, അതായത് ശനിയുടെയും ചൊവ്വയുടെയും മധ്യത്തിൽ, ഇപ്പുറത്ത് ശനി അപ്പുറത്ത് ചൊവ്വ, അപ്പോൾ മധ്യഭാഗത്തൊക്കെ നിന്നാൽ പിതാവിന് ദുരിതമാണ് പറയുന്നത്. അപ്രകാരം ചന്ദ്രൻ നിന്നാൽ മാതാവിനും ദുരിതം പറയുന്നുണ്ട്. ജനന സമയം ചന്ദ്രന് പാപയോഗം ഉണ്ടായിരിക്കുകയും ചന്ദ്രൻ്റെ അഷ്ടമത്തിൽ, അതായത് 8-ാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുകയും ചെയ്താൽ, ഇങ്ങനെ പാപയുക്തനായ ചന്ദ്രനെ ബലവാന്മാരായ പാപഗ്രഹങ്ങൾ നോക്കുകയും ചെയ്താൽ ഏറെ താമസിയാതെ തന്നെ മാതാവിന് ദുരിതം, അഥവാ അങ്ങനെയൊക്കെ ജനിക്കുന്ന പൃഷ്ടാവിൻ്റെ മാതാവിന് തീർച്ചയായിട്ടും ദുരിതങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ജനന സമയം വ്യാഴം ലഗ്നത്തിലും 2-ൽ ശനിയും നിന്നാൽ, 3-ൽ രാഹുവും നിന്നാൽ അത് മാതാവിന് വളരെയധികം ദോഷകരം ചെയ്യുമെന്നാണ് പറയുന്നത്. ചൊവ്വ ചിങ്ങത്തിലും ശനി തുലാത്തിലും ശുക്രൻ കന്നിയിലും അതേസമയം രാഹു മിഥുനത്തിലും നിന്നാൽ ജാതകൻ്റെ മാതാവ് ജീവിക്കില്ല എന്നാണ് നമ്മുടെ പ്രമാണം പറയുന്നത്. അത് ദുരിതമായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നില്ല, ദുരിതമായിട്ട് പറയുകയാണ്. അപ്പം അതുപോലെ തന്നെ ചന്ദ്രൻ പാപഗ്രഹങ്ങളോട് ചേർന്നിട്ട് പാപഗ്രഹങ്ങളുടെ മധ്യത്തിൽ നിൽക്കുകയും ചന്ദ്രൻ സപ്തമത്തിൽ പാപഗ്രഹം നിൽക്കുകയും ചന്ദ്രൻ്റെ 10-ൽ പാപഗ്രഹം നിൽക്കുകയും ചെയ്താലും പ്രസവ മാത്രയിൽ തന്നെ മാതാവിന് ദുരിതം വന്നു ഭവിക്കുമെന്നാണ് ആചാര്യന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പാപഗ്രഹം 11-ൽ നിൽക്കുകയും ശുക്രനും ചന്ദ്രനും പഞ്ചമത്തിൽ നിൽക്കുകയും ചെയ്താൽ അപ്പോൾ ജനിക്കുന്ന കന്യകയ്ക്ക് ദുരിതം, അത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ദുരിതം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. രാഹു, ബുധൻ, ശുക്രൻ, ശനി, സൂര്യൻ ഈ ഗ്രഹങ്ങൾ 2-ാമിടത്ത് നിൽക്കെ ജനിക്കുന്നവൻ അപ്പോൾ തന്നെ തൻ്റെ മാതാവോടുകൂടി യമലോകം പ്രാപിക്കുമെന്നൊക്കെയാണ് ഇവിടെ പറയുക. അപ്പം അങ്ങനെ വളരെ തുച്ഛമായിട്ട്, വളരെ വിരളമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളൂ. പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള ഗ്രഹസ്ഥിതി വന്നു കഴിഞ്ഞാൽ ആ ഫലം അത് തന്നെയാണ്. ചന്ദ്രനും ശുക്രനും തങ്ങളുടെ നീചരാശികളായ വൃശ്ചികത്തിലും കന്നിയിലും യഥാക്രമം നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ പാപകർമ്മങ്ങളിൽ തൽപരനും വലിയ കോപിയുമായിരിക്കുമെന്നും പറയുന്നുണ്ട്. അവൻ്റെ മാതാവ് ജീവനോടുണ്ടായിരിക്കുകയും ചെയ്യില്ലെന്നാണ്. അപ്പോൾ അത്ര മോശപ്പെട്ട ഗ്രഹസ്ഥിതികളൊക്കെയാണത്. 6, 12 ഈ ഭാവങ്ങളിൽ പാവഗ്രഹങ്ങൾ നിന്നാൽ മാതാവിനും 4-ലും 10-ലും അപ്രകാരം ഗ്രഹം ഉണ്ടായിരുന്നാൽ പിതാവിനും ഭയത്തിനും മറ്റ് ആപത്തുകൾക്കും ഇടയാക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 7-ലോ 8-ലോ പാപഗ്രഹദൃഷ്ടിയോടുകൂടി ഒരു പാപൻ അവിടെ നിന്നാൽ ബാലൻ തൻ്റെ മാതാവുമായിട്ട് ദുരിതം ഭവിച്ചു പോകുമെന്നാണ് പറയുന്നത്. ജനിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഉള്ള ഗ്രഹസ്ഥിതിയിലൊക്കെ അങ്ങനെ പിറന്നാൽ അങ്ങനത്തെ സംഭവമാണ് നമ്മൾ പറയുന്നത്.
അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശുഭഗ്രഹങ്ങളെല്ലാം പുത്രസന്താനങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പാപഗ്രഹങ്ങൾ സന്താനനാശം മുതലായവയെ ചെയ്യുന്നവനുമാകുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശുഭഗ്രഹം നിന്നാൽ പുത്രസന്താനങ്ങളെ നമുക്ക് ഫലത്തിൽ വരും. ഇതിൽ ചൊവ്വ പഞ്ചമഭാവത്തിൽ നിന്നാൽ സ്വഭാവദോഷിയും വംശവിദ്വേഷിയുമൊക്കെ ആയിരിക്കും, അങ്ങനെയുള്ള പുത്രന്മാരായിരിക്കും ജനിക്കുന്നതെന്നാണ് പറയുക. ജനന സമയം ആദിത്യൻ 5-ൽ നിന്നാൽ പുത്രഹീനനായിരിക്കും അവർക്ക്. ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ കേവലം ഒരു പുത്രൻ മാത്രം ജനിക്കുന്നവനായിരിക്കും എന്ന് പറയണം. ചൊവ്വ അപ്രകാരം നിന്നാൽ ജാതകൻ ദുഃഖിതനും പുത്ര സമ്പത്തില്ലാത്തവനും ആയിരിക്കുമെന്നാണ് പറയുക. ജാതകത്തിൽ കേതു തൻ്റെ ഉച്ചമോ നീചമോ ആയ രാശികളിൽ 5-ാം ഭാവത്തിൽ നിന്നാൽ ജാതകനായവന് പുത്രദുഃഖം കൊണ്ട് എപ്പോഴും പീഡിതനായിരിക്കുമെന്ന് പറഞ്ഞുകൊള്ളേണ്ടതാവുന്നു. അപ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മുടെ ഗ്രഹനില എടുത്ത് നോക്കിയാൽ നമുക്ക് എന്താണ് ഈ രീതിയിൽ നമ്മളിതൊക്കെ അനുഭവിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതനുസരിച്ചിട്ടുള്ള ആ ഗ്രഹത്തിൻ്റെ ദേവത ഏതാണോ ആ ദേവതയെ നമ്മൾ പ്രീതിപ്പെടുത്തുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മന്ത്രം, ധ്യാന ശ്ലോകങ്ങൾ, ഭഗവാന്റെ കീർത്തനങ്ങൾ, കൂടുതലും ഭഗവാനെ വിളിക്കുക, ഭഗവാനെ ഭജിക്കുക. അല്ലാതെ നമുക്ക് കാശ് കൊടുത്തൊന്നും നമുക്ക് നേടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അടുത്തത് സൂര്യൻ, ചൊവ്വ, വ്യാഴം ഇവർ ഓരോരുത്തരായി 5-ാമിടത്ത് നിന്നാൽ യഥാക്രമം 1, 3, 5 ഈ ക്രമത്തിലുള്ള പുത്രന്മാർ ജനിക്കുമെന്ന് പറയണം. അപ്പോൾ ഒന്നിടവിട്ട് ഉള്ള ജനനമായിരിക്കും പുത്രന്മാർ ജനിക്കുന്നത്. അതൊക്കെ ജാതകപ്രകാരം ആചാര്യന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 5-ൽ ആദിത്യൻ നിന്നാൽ ഒരു പുത്രനും, ചൊവ്വ നിന്നാൽ 3 പുത്രന്മാരും, വ്യാഴം നിന്നാൽ 5 പുത്രന്മാരും ജനിക്കുമെന്ന് സാരം. അതുപോലെ പഞ്ചമഭാവത്തിൽ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ 2 സ്ത്രീ സന്താനങ്ങളും, ബുധൻ നിന്നാൽ 3 പുത്രന്മാരും, ശുക്രൻ നിന്നാൽ 5 പുത്രിമാരും ജനിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു. ഇപ്പം കൂടുതൽ സന്താനങ്ങളും 1, 2 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾക്ക് കുട്ടികൾ സന്താനങ്ങൾ വേണമെന്നൊന്നും താല്പര്യമില്ല. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഭവിച്ചിരുന്നതാണ്. അതാണ് പണ്ടത്തെ കാലത്തൊക്കെ ഒരു വീട്ടിൽ 7, 8 സന്താനങ്ങളൊക്കെയുള്ള കുടുംബങ്ങൾ ഇപ്പം വന്ന് അത് ലോപിച്ച് 1-ലും 2-ലും ഒക്കെ ആയി തീർന്നിരിക്കുക. അപ്പം ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ നിന്നാൽ പോലും നമുക്ക് യോഗം ഉണ്ടാകും, പക്ഷേ അത് നമുക്ക് മാതാപിതാക്കൾ വേണ്ടാന്ന് വെച്ചോളി. അപ്പം അങ്ങനെയൊക്കെയാണ്. അതുപോലെ ബലഹീനനായ പാപഗ്രഹം 5-ാമിടത്ത് നിന്നാൽ ജനിക്കുന്ന എല്ലാ ശിശുക്കളും ആയുസ്സില്ലാതെ പോകുമെന്നാണ് പറയുന്നത്. ഏത് ബലഹീനനായ പാപഗ്രഹം 5-ാമിടത്ത് നിന്നാൽ. പാപന്മാർ 7-ാമിടത്ത് നിന്നാൽ സ്വീകരിക്കുന്ന എല്ലാ ഭാര്യമാർക്കും ദുരിതം വന്നു ഭവിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പഞ്ചമഭാവത്തിൽ സൂര്യൻ ബലവാനായി നിന്നാൽ 1 പുത്രനും, ചന്ദ്രൻ നിന്നാൽ 2 പുത്രിമാരും, ചൊവ്വ ബലവാനായി നിന്നാൽ 3 പുത്രന്മാരും, ബുധൻ നിന്നാൽ 4 പുത്രിമാരും ഉണ്ടാവുമെന്നാണ് പ്രമാണം പറയുന്നത്. അപ്പം ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇന്ന് ഞാനിത് ഈ എപ്പിസോഡുകൾ ഞാനിങ്ങനെ വളരെ പ്രാധാന്യമുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ആണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. ഹരി ഓം ഹരി ഓം ഹരി ഓം.